ജയറാം രാജസേനൻ കോമ്പിനേഷനിലെ സിനിമകളിലെ ഭൂരിഭാഗവും ഹിറ്റുകൾ തന്നെയാണ്. രാജസേനൻ തന്നെ ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, 16 സിനിമകൾ അവർ ചെയ്തതിൽ 1-2 സിനിമകൾ മാത്രമാണ് ആവറേജ് പോയത്, ബാക്കി എല്ലാ സിനിമകളും ഹിറ്റാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ അദ്ദേഹം സിനിമയിൽ നിന്നൊക്കെ മാറി, ആദ്യം തുടക്കകാലത്ത് രാജസേനൻ കുറച്ച് സിനിമകളൊക്കെ ചെയ്ത് വിചാരിച്ച പോലെയൊന്നും ഒരു കരിയർ സെറ്റാവാതെ അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി നാട്ടിൽ നിൽക്കുന്ന ഒരു സമയത്ത് ജയറാമിനെ ഒരു ഉദ്ഘാടനത്തിന് അദ്ദേഹം കൊണ്ടുവരികയും ജയറാമുമായിട്ടൊരു സൗഹൃദം ആവുകയും അങ്ങനെയാണ് ജയറാം പറഞ്ഞത്, എന്നെ വെച്ചൊരു കഥയെ ആലോചിക്കും, ഞാൻ ഡേറ്റ് തരാം. പക്ഷേ ഇവർ തമ്മിലൊരു സിനിമയൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ജയറാമിൻ്റെ വളരെ മോശം സമയമാണ്. പക്ഷേ ജയറാം ഒരുപാട് രാജസേനെ ഹെൽപ്പ് ചെയ്തു. അതായത് ഒരു പ്രൊജക്റ്റ് ഓൺ ആവാൻ വേണ്ടി ഇവർക്ക് സ്ക്രിപ്റ്റ് എഴുതേണ്ട സമയത്തൊക്കെ കുറേ സാമ്പത്തിക സഹായമൊക്കെ ചെയ്ത് പ്രൊഡ്യൂസർ കാര്യങ്ങളൊക്കെ പിച്ച് ചെയ്യാൻ വേണ്ടിയൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കടിഞ്ഞൂൽ കല്യാണം എന്ന് പറയുന്ന ഒരു സിനിമ സംഭവിക്കുന്നത്. ആ ഒരു സിനിമ 1991 റിലീസായ സിനിമകളിലൊരു വലിയൊരു ഹിറ്റായി മാറി. അന്ന് ഉർവശിക്ക് ആ സിനിമയ്ക്ക് അവാർഡൊക്കെ കിട്ടിയത്. അപ്പോൾ ജയറാമിന് അതുവരെയുള്ള കുറച്ച് മോശം സമയമായിരുന്നു. ജയറാമിന് മുന്നിൽ ഒരു ബ്രേക്ക് കൊടുത്തൊരു സിനിമയായിരുന്നു. അത് കഴിഞ്ഞ് 92 ഒരു അയലത്ത് അദ്ദേഹം എന്ന് പറയുന്ന ഒരു സിനിമ സംഭവിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് മേലേപ്പറമ്പിൽ ആണ് വീട് എന്ന് പറയുന്ന ഒരു സിനിമയിലോട്ട് എത്തുന്നത്. അവിടെ മുതലാണ് ഇവരുടെ ഒരു കരിയർ തന്നെ മാറുന്നത്. അപ്പോൾ മേലേപ്പറമ്പിൽ ആണ് വീട് എന്ന് പറയുന്ന ഒരു സിനിമ ശരിക്ക് ചെയ്യേണ്ടിരുന്നത് അന്ന് രാജസേനല്ല. കാരണം അന്ന് ആ ഒരു സിനിമ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നിരുന്നത് ഗുഡ് നൈറ്റ് മോഹനായിരുന്നു. അപ്പോൾ ഒരുപാട് ഹിറ്റ് സിനിമകൾ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറാണ് ഗുഡ് നൈറ്റ് മോഹൻ. ഒരു ദിവസം നിർമ്മാതാവ് സുരേഷ് കുമാർ, മേനക സുരേഷ് കുമാർ എന്നറിയപ്പെടുന്ന സുരേഷ് കുമാർ, അദ്ദേഹം ഗിരീഷ് പുത്തഞ്ചേരി, അന്ന് അദ്ദേഹം ലിറിക്സിസ്റ്റാണ്, പാട്ടുകളൊക്കെ എഴുതുന്നു. ശരിക്കും അന്ന് കത്തിക്കേറി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിനെ കൊണ്ട് ഗുഡ് നൈറ്റ് മോഹനെ കാണാൻ വന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കഥയുണ്ട്, ഒന്ന് നോക്കണമെന്ന് പറഞ്ഞ് ആ ഒരു കഥ പറഞ്ഞ ആ കഥയുടെ റൈറ്റ്സ് ഇദ്ദേഹം വാങ്ങി അദ്ദേഹത്തിന് അന്നൊരു തുക കൊടുത്തു. അന്ന് ഒരു 20,000 രൂപ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അന്ന് കൊടുത്തത് ഗിരീഷ് പുത്തഞ്ചേരിക്ക്. എന്നിട്ട് ആ ഒരു സിനിമയാക്കണം എന്നുള്ളൊരു ആലോചനയിൽ അങ്ങനെ ജയറാം എൻ്റർ ആവുന്നു. അപ്പോൾ ജയറാമിൻ്റെ അടുത്ത് ഈ ഒരു കഥ പറഞ്ഞ് ജയറാമിന്, അപ്പോൾ ജയറാം പറഞ്ഞു, ഇത് പ്രിയദർശനെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അന്ന് ഗുഡ് നൈറ്റ് മോഹൻ പ്രിയദർശന സിനിമകളൊക്കെ നിർമ്മിക്കുന്ന ഒരു സമയമാണ്. പ്രിയദർശനെ കൊണ്ടാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ജയറാം പ്രിയദർശന സിനിമകൾ അന്ന് ഈ പറയുന്ന അദ്വൈതം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് മോഹൻലാൽ സിനിമയാണ്, അതിൻ്റെ സെക്കൻഡ് ഹീറോ എന്ന രീതിയിലാണ് അന്ന് ജയറാം ഉള്ളത്. അപ്പോൾ പ്രിയദർശൻ എടുത്തു. പ്രിയദർശൻ പറഞ്ഞു ആ ഒരു കഥ ശ്രീനിവാസനെ കൊണ്ട് ഇരിപ്പിക്കാൻ പറഞ്ഞു. ശ്രീനിവാസിന് ഒരു അഡ്വാൻസ് കൊടുക്കുന്നു. പക്ഷെ പിന്നീട് അതൊന്നും സംഭവിച്ചില്ല. പിന്നീട് അതിനൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ജയറാമിനാണ് ഭയങ്കര ആഗ്രഹമാണ്. ജയറാം ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും എന്തായത്. പക്ഷെ പ്രിയദർശൻ അത് തിരക്കാണെന്നൊക്കെ പറഞ്ഞ് മാറുന്നു. പിന്നീട് ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോഴാണ് ശ്രീനിവാസിന് തന്നെ അത് അഭിനയിക്കണമെന്ന് ആണ് ആഗ്രഹം എന്ന് പ്രിയദർശൻ ഗുഡ് നൈറ്റ് മോഹനോട് പറയുന്നു. അപ്പോൾ ഗുഡ് നൈറ്റ് മോഹൻ ചോദിച്ചു, ഇത് നടക്കില്ലെങ്കിൽ വേണ്ട. അപ്പോൾ എവിടെയോ അദ്ദേഹത്തിന് ഗുഡ് നൈറ്റ് മോഹൻ്റെ ഒരു വേർഷനിൽ അദ്ദേഹം പറയുന്നത് പ്രിയദർശന് ആ ഒരു സിനിമ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതാണ് മനസ്സിലായത്. അപ്പോൾ ജയറാമിന് മനസ്സിലായി പ്രിയദർശന് ജയറാമിനെ വെച്ചൊരു സിനിമ ചെയ്യാൻ താല്പര്യമില്ല, അത് ആരൊക്കെയോ പറഞ്ഞ് മുടക്കിയതാവാം, എന്താണെന്നറിയില്ല, എന്തായാലും അത് സംഭവിച്ചില്ല. അപ്പോൾ ജയറാം പറഞ്ഞു, എന്നാൽ പിന്നെ അതിൻ്റെ റൈറ്റ്സ് എനിക്ക് തരുമോ എന്നുള്ള രീതിയിൽ അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അതിനു മുമ്പ് മറ്റൊരു സംവിധായകനെ വെച്ച് ചെയ്യാൻ പറഞ്ഞപ്പോൾ ജയറാം രാജസേനൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ രാജസേനൻ അന്ന് ഈ പറഞ്ഞ കടിഞ്ഞൂൽ കല്യാണവും അയലത്ത് അദ്ദേഹം ചെയ്തു നിൽക്കുകയാണ്. പക്ഷേ അന്ന് ഗുഡ് നൈറ്റ് മോഹൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ ഉപദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മാനേജേഴ്സും അങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞു രാജസേനൊക്കെ ഒരു ഫീൽഡ് ഔട്ടായ സംവിധായകനാണ്, അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജയറാം പറഞ്ഞു, എന്നാൽ എനിക്കത് റൈറ്റ്സ് തരുമോ എന്ന് ചോദിച്ചു. ഇദ്ദേഹം ആ റൈറ്റ്സ് ജയറാമിന് കൊടുത്തു. അത് മറ്റൊരു നിർമ്മാതാവ് വന്നു, അതാണ് മാണി സി കാപ്പൻ. ആ ഒരു നിർമ്മാതാവ് വന്നിട്ടാണ് അത് ഏറ്റെടുത്തത്. ഈ രാജസേനൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ വായിച്ച എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് രാജസേനൻ പറഞ്ഞത്, ഇത് ഗുഡ് നൈറ്റ് മോഹൻ പറഞ്ഞു ഈ പറയുന്ന സ്ക്രിപ്റ്റ്, പിന്നീട് രാജസേനന് അത് സ്ക്രിപ്റ്റ് ഒന്ന് ആ ഒരു ഗിരീഷ് മുത്തഞ്ചേരി പറഞ്ഞ ആ ഒരു പേജ് കഥ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു 10-15 പേജിൽ ഒരു 1 ലൈൻ ആക്കി. എന്നിട്ട് രഘുനാഥ് പല്ലേരി വന്നു, രഘുനാഥ് പല്ലേരി അതൊരു സ്ക്രിപ്റ്റൊക്കെ ആക്കി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഗുഡ് നൈറ്റ് മോഹൻ അന്ന് പറഞ്ഞിരുന്നു ഇത് പ്രിയദർശനെ കൊണ്ട്, അത് പ്രിയദർശൻ്റെ പേര് പറഞ്ഞില്ലെന്ന് തോന്നുന്നു, പക്ഷെ അത് പ്രിയദർശനാണെന്നുള്ള രീതിയിലൊക്കെ പിന്നീട് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സംവിധായകൻ സ്ക്രിപ്റ്റ് വായിച്ച് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ഞാൻ ആ ഒരു സിനിമ ചെയ്യാം എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അത് അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. രാജസേന അത് പറ്റില്ല എന്ന് പറഞ്ഞ കാരണമാണ് പിന്നീട് ഗുഡ് നൈറ്റ് മോഹൻ മാറിയിട്ട് എന്തായാലും മാണി സി കാപ്പനാണ് ആ ഒരു സിനിമ നിർമ്മിച്ചത്. അത് വൻ വിജയമായിരുന്നു. അതായത് ലക്ഷങ്ങൾ ചെലവാക്കി കോടികൾ ലാഭം കിട്ടിയ ഒരു സിനിമയെ മാറി. അപ്പം ഒരു പക്ഷേ അന്ന് ഈ പറയുന്ന കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ അന്ന് ആ ഒരു സിനിമ പ്രിയദർശൻ സംവിധാനം ചെയ്ത് ജയറാം നായകനായി ശ്രീനിവാസൻ സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരു സിനിമയായി മാറുമായിരുന്നു. പക്ഷെ അന്ന്
ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞ ആ ഒരു ത്രെഡ് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് അത് സ്വന്തം ഭാര്യനെ വേലക്കാരിയാക്കിയിട്ട് വീട്ടിലോട്ട് കൊണ്ടുവരികയും അനിയന്റെ ഭാര്യയാണെന്ന് അറിയാതെ ആ വേലക്കാരിയെ ചേട്ടൻ പ്രണയിക്കുന്നതോ ചേട്ടന്മാര് പ്രണയിക്കുന്നതോ അങ്ങനെ എന്തോ ആയിരുന്നു ആ ഒരു എലിമെന്റ് എന്ന് പറയുന്നത്. ഇതേ എലിമെന്റ് പ്രിയദർശൻ പിന്നീട് മറ്റൊരു സിനിമയാക്കി തൊട്ടടുത്ത വർഷം തന്നെ, മേലപ്പറമ്പിലാണ് വീട് 93-ലാണ് ഇറങ്ങുന്നത്, തൊട്ടടുത്ത വർഷം തന്നെ 94 റിലീസ് ചെയ്തു. അതായിരുന്നു തേന്മാവിൻ കൊമ്പത്ത്. ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2 സിനിമയുടെ മേലപ്പറമ്പിലാണ് വീട്ടിൽ സ്വന്തം ഭാര്യനെ വേലക്കാരിയായിട്ട് തറവാട്ടിൽ കൊണ്ടുവരുന്നു. ആ വേലക്കാരിയുടെ പിന്നാലെ നടക്കുന്ന ചേട്ടന്മാരും അമ്മാവന്റെ ഒക്കെ കഥാപാത്രം നായകന്റെ. ഇപ്പുറത്തോട്ട് വരുമ്പോൾ കാമുകീനെ വേലക്കാരിയാക്കിയിട്ട് വീട്ടിലോട്ട് കൊണ്ടുവരുന്നു. ആ കാമുകീനെ അനിയന്റെ അല്ലെങ്കിൽ അനിയനെ പോലെ താൻ കരുതുന്ന മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ കാമുകിയാണ് എന്നറിയാതെ ശോഭനയുടെ കഥാപാത്രത്തെ പ്രണയിക്കുന്ന ചേട്ടന് തുല്യമായിട്ടുള്ള നെടുമുടി വേണുവിന്റെ കഥാപാത്രം. അപ്പൊ 2 പടത്തിന്റെയും ബേസിക് പ്ലോട്ട് ഒന്നാണ്. പക്ഷെ പ്രിയദർശൻ അത് എങ്ങനെ മാറ്റി, നമുക്ക് ഒരിക്കലും അത് കോപ്പി അടിച്ചതാണെന്നോ അല്ലെങ്കിൽ അത് അതേ കഥയാണെന്നോ തോന്നിക്കാത്ത രീതിയിലാണ് പ്രിയദർശൻ അത് തേന്മാവിൻ കൊമ്പത്ത് മേക്ക് ചെയ്തത്. അപ്പോൾ 2 സിനിമകളും നമുക്ക് കണ്ടിട്ട് നമുക്ക് ഒരിക്കലും അത് 2 സിനിമകൾ നമ്മളൊന്നും റിപ്പീറ്റ് ആയി കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് 2 സിനിമകൾ ഒരിക്കലും നമുക്ക് അങ്ങനെ ബോറായിട്ട് ഫീൽ ചെയ്യാം. വേറെ പല സിനിമകളൊക്കെ നമ്മൾ പലപ്പോഴും പറയേണ്ടത് അത് അതേ സിനിമയുടെ കോപ്പിയാണെന്നുള്ളത്. പക്ഷെ ഒരിക്കൽ പോലും മേലപ്പറമ്പിലാണെങ്കിലും തേന്മാവിൻ കൊമ്പത്തും ഏതാണ് മികച്ചെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും ഒന്നിനെ മാത്രം ചൂണ്ടാൻ പറ്റില്ല. രണ്ടും 2 തരത്തിൽ മികച്ച സിനിമകൾ തന്നെയാണ്.